ശരിക്കും പറഞ്ഞ റിസർച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ വ്യാപ്തിയുള്ള പഠനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്കാറ്റേർഡ് നോളജാണ്. ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു പ്രത്യേക ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ മനുഷ്യാലയ ചന്ദ്രിക, മയമതം, സമരാങ്കണ സൂത്രധാര, രാജവല്ലഭം, ഇങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളുടെ കളക്ഷനാണിത്. ഇതിൽ നിന്ന് നമ്മൾ അതിനെ ക്രോഡീകരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ട് നമ്മളതിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ പാറ്റേൺ. പക്ഷേ ഇതിനകത്ത് ഭൂരിഭാഗം ടെക്സ്റ്റുകളിലും പല കാര്യങ്ങളും സെയിം തന്നെയാണ്. പക്ഷേ ഇത് പലയിടത്തായിട്ട് പല സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ തന്നെ പല ഭാഗത്ത്, ഇപ്പം മനുഷ്യാലയ ചന്ദ്രികയാണ് നമ്മുടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. നോർത്തിലോട്ടൊക്കെ മാനസാരമാണ് പ്രാക്ടീസ്. അങ്ങനെ ഓരോ റീജിയണിലും വാസ്തു പ്രാക്ടീസ് ചെയ്യുന്നത് ഓരോ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഇതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ വാസ്തു ഇവോൾവ് ചെയ്ത് വരുന്നത്. ബേസിക്കലി ഒരു 2000 ആണ്ട് വരെ ആളുകൾക്ക് ഇത് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് വരുന്നത്. കാര്യം ഇതിൻ്റെ ഒരു വ്യാപ്തി ആളുകളിലേക്ക് എത്തുന്നത് അതിന് ശേഷമാണ്. അതൊരു ചിലർ പറയും അതൊരു അന്ധവിശ്വാസമാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതെ, അന്ധവിശ്വാസം അല്ല അത്. അതാണ് ആദ്യം മനസ്സിലായി. ഇതിനെ ശരിക്കും പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സയന്റിഫിക്കലി, സയൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ, അതുപോലെ പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമൊന്നുമല്ല.